നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു വിഷയമാണ്. ആ. അവിടുത്തെ ബി.ജെ.പി. കൗൺസിലർമാർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അതിൽ CPIM ജില്ലാ സെക്രട്ടറി വി ജോയ് അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ കൂടി ഇതിലേക്ക് ബന്ധിപ്പിച്ച് സംസാരിച്ചിട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളൊരു വാർത്താ റിപ്പോർട്ട് വെച്ച് ഇതിന്റെ പ്രധാന കാര്യങ്ങൾ, ആ വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തീർച്ചയായും. ആഴത്തിലൊന്ന് പരിശോധിക്കാം. ശരി. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ് വി ജോയുടെ ആ ഒരു ആരോപണം എന്താണത്? അതായത് ബി.ജെ.പി. കൗൺസിലർമാർ അഴിമതി കാണിച്ചിട്ടും പാർട്ടി നേതൃത്വം പ്രതികരിക്കുന്നില്ല, മിണ്ടുന്നില്ല. കാരണം നേതൃത്വവും ഇതിൽ കൂട്ടുപ്രതിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആരോപണമാണല്ലോ. അതെ അതെ. അതിന്റെ പശ്ചാത്തലം കൂടി നമ്മൾ ഒന്ന് ഓർക്കണ്ടേ. എവിടെ വെച്ചാണിത് പറഞ്ഞത്? ഒരു മാർച്ച് നടത്തി. ഒരു പ്രതിഷേധം. അതെ, ഒരു മാർച്ചും ധർണയും. അത് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് വി ജോയ് ഇത് പറഞ്ഞത്. ഓക്കെ. അപ്പോ ഇതൊരു രാഷ്ട്രീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി വന്നതാണ്. അതെ, ഒരു സംഘടിത പരിപാടിയുടെ വേദിയിൽ. എന്നാലും അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകൾ, പ്രമാണിമാർ ചമഞ്ഞു നടന്ന 3 കൗൺസിലർമാർ, ജനങ്ങളെ വിട്ടുകാശ് വാങ്ങിയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് വ്യക്തിപരമായ ഒരു ആക്രമണം പോലെയുണ്ടല്ലോ. ഉണ്ട്. ആ ഭാഷയുടെ ഒരു കാഠിന്യം കാണാം. അതൊരു പക്ഷേ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാവാം. ശരിയാണ്. പക്ഷെ അതിനപ്പുറം എനിക്കൊരു കൗതുകം തോന്നിയ കാര്യം, അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്ത് നിർദ്ദേശം? ഈ ആരോപണം നേരിടുന്ന കൗൺസിലർമാർ അവർ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സത്യവാങ്മൂലം കൊടുക്കുമല്ലോ, സ്വത്തുവിവരങ്ങൾ വെച്ച്. കൊടുക്കുമല്ലോ. സത്യവാങ്മൂലത്തിലെ കണക്കും അവരുടെ ഇപ്പോഴത്തെ ആസ്തിയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യണം, അതൊന്ന് പരിശോധിക്കണമെന്ന്. ഓഹോ. അപ്പൊ അതൊരു വെറും ആരോപണം മാത്രമല്ല, ഒരു ഒരു പരിശോധനയ്ക്കുള്ള ആവശ്യം കൂടിയാണ്. അത് കൊള്ളാം. അതായത് ആരോപണത്തെ ഒരു രേഖയുമായിട്ട്, ഒരു തെളിവുമായിട്ട് ബന്ധിപ്പിക്കാൻ നോക്കുന്നു. അതെ, ഒരു വസ്തുതാപരമായ ഒരു തലം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പ്രതിഷേധത്തിൽ വി ജോയ് ഒറ്റയ്ക്കായിരുന്നില്ല എന്നും കേട്ടല്ലോ. അല്ലല്ല, LDF-ലെ മറ്റു നേതാക്കളും ഒരു വലിയ നിര തന്നെയുണ്ടായിരുന്നു. ആരൊക്കെ? റിപ്പോർട്ടിൽ പറയുന്നത് ഡെപ്യൂട്ടി മേയർ PK രാജു, പിന്നെ CPIയുടെ മാങ്കോട് രാധാകൃഷ്ണൻ, കോൺഗ്രസ് എസിലെ പാളയം രാജൻ, INL-ലെ SM ബഷീർ, അതുപോലെ VK പ്രശാന്ത് MLA, മേയർ ആര്യ രാജേന്ദ്രൻ, DR അനിൽ, അങ്ങനെ കുറേ പേരുണ്ട്. SLM എന്ന കൗൺസിലറും സംസാരിച്ചു. അപ്പൊ ഇത് CPIM-ന്റെ മാത്രം ഒരു വിഷയമല്ല അല്ലെ. LDF മുന്നണി എന്ന നിലക്കാണ് ഇത് അവതരിപ്പിക്കുന്നത്. അത് ആ വിഷയത്തിന് കൂടുതൽ ഗൗരവം കൊടുക്കുന്നുണ്ട്. ശരി. അപ്പോ ഈ റിപ്പോർട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ ചിത്രം എന്താണ് വി ജോയുടെ വാക്കുകളിലൂടെ പറയാൻ ശ്രമിക്കുന്നത്? നമ്മൾ ഈ റിപ്പോർട്ട് മാത്രം നോക്കിയാൽ വി ജോയുടെ വാക്കുകൾ പ്രകാരം തിരുവനന്തപുരത്തെ BJP-യെ ഒരു അഴിമതി പാർട്ടിയായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമമാണ്. ജനങ്ങളിൽ നിന്ന് പണം പിരിക്കുന്ന അഴിമതി പാർട്ടി എന്നൊരു വാചകം തന്നെയുണ്ട്. അതെ, അത് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആരോപണമാണ്. നമ്മൾ ആ വിവരം ഇവിടെ പങ്കുവയ്ക്കുന്നു, അത്രമാത്രം. തീർച്ചയായും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരത്തെ BJP കൗൺസിലർമാർക്കെതിരായ അഴിമതി ആരോപണങ്ങൾ, അതിൽ പാർട്ടി നേതൃത്വത്തിനും പങ്കുണ്ടെന്ന് വി ജോയുടെ ഒരു ശക്തമായ ആരോപണം, അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം, ഇതാണ് ഈ റിപ്പോർട്ട് പ്രധാനമായും പറയുന്നത്. അതെ, അതാണ് കാതൽ. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ കേട്ടത് ഒരു ഭാഗത്തിന്റെ ആരോപണങ്ങളും ഒരു അന്വേഷണത്തിനുള്ള ആവശ്യവുമാണല്ലേ? അതെ. ഈ കേട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ധാരണയെ, അതിനെ മാറ്റാൻ സാധ്യതയുള്ള എന്ത് തെളിവുകൾ വരാം, അല്ലെങ്കിൽ എന്ത് മറുവാദങ്ങൾ വരാം? ശരിയാണ്. സാധാരണഗതിയിൽ ഈ രാഷ്ട്രീയപരമായ സാമ്പത്തിക ആരോപണങ്ങൾ അതൊക്കെ എങ്ങനെയാണ് സ്ഥിരീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ തള്ളിക്കളയുന്നത്? അതൊന്നും ആലോചിച്ചു നോക്കുന്നത് നന്നായിരിക്കും.